ഓം വിഘ്നേശ്വരായ നമഃ. ഓം ശ്രീ മഹാസരസ്വതിയേ നമഃ. ഓം സദ്ഗുരുവേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. വന്ദേ ഗുരുപരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീ സായി സച്ചരിതമാണ്. സായി ഭഗവാന്റെ അത്ഭുത ജീവിതമാകുന്ന സായി സച്ചരിതം ഇതിലെ 1-ാം ഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിച്ച് സമർപ്പിക്കുന്നത്. ശ്രീ സായി സച്ചരിതത്തിൻ്റെ ആമുഖം. ശ്രീ ഹേമത് പാന്ത് മറാഠിയിൽ പദ്യരൂപത്തിൽ രചിച്ച ശ്രീ സായി സച്ചരിത്ര എന്ന മൂലഗ്രന്ഥവും അതിൻ്റെ വിവിധ ഭാഷകളിലുള്ള ഗദ്യവിവർത്തനവും എല്ലാ സായി ഭക്തന്മാരും നിത്യപാരായണം ചെയ്തു വരുന്നതാണ്. ഈ ഗ്രന്ഥം സപ്താഹമായി വായിച്ചു വരുന്നവർക്ക് പല നല്ല അനുഭവങ്ങളും സിദ്ധിക്കും. ഈ സച്ചരിത്രം പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ആദരവോടെയും ഉറച്ച വിശ്വാസത്തോടെയും സൂക്ഷിച്ച് പാരായണം ചെയ്യുന്നത് ഗുണപ്രദമാണ്. 1, 2, 3 ദിവസം കൊണ്ടും ഈ സച്ചരിതം വായിക്കാം. അത് സായിനാഥനെ പ്രസാദിപ്പിക്കും. മറാഠി ഭാഷ അറിയാത്തവരെ ഉദ്ദേശിച്ചാണ് ഈ മലയാള വിവർത്തനം. ഇതിൻ്റെ ഫലശ്രുതി ഉപസംഹാരത്തിൽ ചേർത്തിട്ടുണ്ട്. സ്തുതി. സദാസത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത് സംഭവസ്ഥാന സംഹാരഹേതും സ്വഭക്തേച്ഛയാ മാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. സർവവും സായി ഭഗവാനിൽ സമർപ്പിച്ച് ഞാൻ 1-ാം അധ്യായം പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. ഓം ഹരിശ്രീ ഗണപതേ നമ. അധ്യായം 1. പ്രാചീന കാലത്തെ പതിവു കീഴ്വഴക്കമനുസരിച്ച് സകല ദേവന്മാർക്കും വിനയത്തോടെ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഹേമത് പാന്ത് സായി സച്ചരിതം എഴുതുവാൻ തുടങ്ങുന്നത്. ആദ്യമായി വിഘ്നവിനാശകനായ ശ്രീ ഗണപതിയോട് യാതൊരു തടസ്സവുമില്ലാതെ സായി സച്ചരിതം പൂർത്തിയാക്കി തരുവാനും ബാബ തന്നെ ശ്രീ ഗണേശ്വരനാണെന്ന വിശ്വാസത്തോടെ ഈ പുസ്തകം ഒരു വിജയകരമാക്കി തരുവാനും പ്രാർത്ഥിക്കുകയും വാഗ്ദേവതയായ ശ്രീ സരസ്വതി ദേവിയോട് ഈ പുണ്യചരിതം എഴുതുവാനുള്ള പ്രചോദനം തരുവാനായി പ്രാർത്ഥിക്കുകയും ബാബ തന്നെ ദേവിയാണെന്നും ബാബയുടെ ജീവചരിത്രം ബാബ തന്നെ ഈ ഗ്രന്ഥത്തിലൂടെ വിവരിക്കുകയാണെന്നും സൃഷ്ടി, സ്ഥിതി, സംഹാര ദേവതകളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ സ്തുതിക്കുകയും ബാബ തന്നെ ഈ ദേവന്മാരോട് താദാത്മ്യമുള്ള സദ്ഗുരുവാണെന്നും സംസാരസാഗരം കടക്കുവാൻ സഹായിക്കുമെന്ന് പറയുകയും പരശുരാമനാൽ വീണ്ടെടുക്കപ്പെട്ട കൊങ്കണദേശത്തുള്ള ആദിപുരുഷൻ എന്ന് വിശ്വസിച്ചു വരുന്ന ദേവനായ ആദിനാരായണനെ നമിക്കുകയും ചെയ്യുന്നു. ശേഷം ഹേമത് പാന്തിൻ്റെ ഗോത്രനാഥനായ ഭരദ്വജമുനിയെയും മറ്റു ഋഷികളായ യാജ്ഞവൽക്യൻ, ഭൃഗു, പരാശരൻ, നാരദൻ, വേദവ്യാസൻ, സനകൻ, സനന്ദൻ, സനൽകുമാരൻ, ശുഗൻ, ശൗനകൻ, വിശ്വമിത്രൻ, വശിഷ്ഠൻ, വാൽമീകി, വാമദേവൻ, ജൈമിനി, വൈശമ്പായനൻ, നവയോഗീന്ദ്രൻ മുതലായവരെയും ആധുനിക ഋഷികളായ നിർവൃത്തി, ജ്ഞാനദേവൻ, സോബൻ, മുക്താബായി, ജനാർദ്ദനൻ, ഏകനാഥ്, നാമദേവ്, തുക്കാറാം, കണ്ണ, നരഹരി മുതലായവരെയും മുത്തശ്ശനായ സദാശിവനെയും പിതാവായ രഘുനാഥനെയും തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയ അമ്മയെയും പിന്നീട് വളർത്തിക്കൊണ്ടുവന്ന പിതൃസഹോദരിയെയും വളരെ സ്നേഹിച്ച ജ്യേഷ്ഠനെയും അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ ഗ്രന്ഥം വായിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വായനക്കാരെയും ദത്താത്രേയ ദേവാവതാരവും ബ്രഹ്മം സത്യ ജഗന്മിഥ്യ എന്ന് മനസ്സിലാക്കി തന്ന സമർത്ഥ സദ്ഗുരു ശ്രീ സായിനാഥനെയും ദൈവചൈതന്യമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമസ്കരിക്കുന്നു. പരാശരമുനി, വേദവ്യാസൻ, ശാണ്ഡില്യൻ,
മുതലായവർ വിവരിച്ച ഭക്തിമാർഗങ്ങളെ ചുരുക്കി പറഞ്ഞ് ഗ്രന്ഥകർത്താവ് താഴെ ഉദ്ധരിക്കുന്ന കഥ പറയുന്നു. 1910 ഒരു ദിവസം കാലത്ത് സായിബാബയുടെ ദർശനത്തിന് വേണ്ടി ഞാൻ ഷിർദിയിലെ മസ്ജിദിൽ ചെന്നു. അവിടെ ഞാൻ കണ്ട കാഴ്ച അതിശയകരമായിരുന്നു. സായിബാബ വായും മുഖവും കഴുകിയ ശേഷം ഗോതമ്പ് പൊടിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബാബ നിലത്തൊരു ചാക്ക് വിരിച്ച് അതിന്മേലൊരു തിരിക്കല്ല് വെച്ച് കുറച്ച് ഗോതമ്പ് ഒരു മുറത്തിലെടുത്ത് കഫ്നിയുടെ കൈ ചുരുട്ടിക്കയറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ച് തിരിച്ചുകൊണ്ട് കുറച്ച് ഗോതമ്പ് തിരിക്കല്ലിലിട്ട് പൊടിക്കുവാൻ തുടങ്ങി. ഞാൻ ഇത് കണ്ട് ഈ ഭിക്ഷാന്തേഹിയായ യാതൊരു ധനവുമില്ലാത്ത യാതൊന്നും സൂക്ഷിച്ചു വയ്ക്കാത്ത ബാബ എന്തിനാണ് ഗോതമ്പ് പൊടിക്കുന്നത് എന്നാലോചിച്ചു. അവിടെ കൂടിയിരുന്ന മറ്റു പലരും അങ്ങനെ ആലോചിച്ചിരുന്നുവെങ്കിലും ബാബയോട് അതിനെപ്പറ്റി ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അല്പസമയത്തിനുള്ളിൽ ബാബ ഗോതമ്പ് പൊടിക്കുന്നു എന്ന വർത്തമാനം ഗ്രാമം മുഴുവൻ പറഞ്ഞറിയുകയും സ്ത്രീ പുരുഷഭേദമന്യേ അപാലവൃദ്ധൻ ജനങ്ങൾ ഈ കാഴ്ച കാണാൻ അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. അതിൽ ധൈര്യശാലികളായ 4 സ്ത്രീകൾ മുന്നോട്ട് കയറി വന്ന് ബാബയെ പിടിച്ചുമാറ്റി തിരിക്കല്ലിൻ്റെ കുറ്റി പിടിച്ച് ബാബയുടെ ലീലകളെ പറ്റി പാടിക്കൊണ്ട് പൊടിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ദേഷ്യം വന്നുവെങ്കിലും പ്രസ്തുത സ്ത്രീകളുടെ ഭക്തിയും സ്നേഹവും കണ്ട് ബാബ സന്തുഷ്ടനായി പുഞ്ചിരിക്കാൻ തുടങ്ങി. ആ സ്ത്രീകൾ അങ്ങനെ ഗോതമ്പ് പൊടിക്കുന്ന സമയത്ത് അവർ ബാബയ്ക്ക് വീടോ ധനമോ ഇല്ലെന്നും കുട്ടികളെയോ മറ്റോ നോക്കാനില്ലെന്നും ഭിക്ഷയെടുത്ത് ജീവിക്കലാണെന്നും ഒക്കെ ചിന്തിച്ചു. ഈ ഗോതമ്പ് പൊടിക്ക് ബാബയ്ക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഇത്രയധികം മാവ് കൊണ്ട് ബാബ എന്ത് ചെയ്യാനാണ്? ഒരു പക്ഷേ ദയാലുവായ ബാബ ഈ മാവ് നമുക്ക് തരുമായിരിക്കും എന്നാലോചിച്ച് പാട്ട് തുടർന്ന് പാടിക്കൊണ്ടും അവർ മുഴുവൻ ഗോതമ്പും പൊടിക്കുകയും തിരിക്കല്ല് മാറ്റിവെച്ച് ഗോതമ്പ് പൊടി 4ആയി വീതിച്ച് ഓരോരുത്തർ ഓരോ വീതമെടുത്ത് സ്ഥലം വിടാൻ തുടങ്ങുകയും ചെയ്തു. അതുവരെ ശാന്തനായി നോക്കിക്കൊണ്ടിരുന്ന ബാബയ്ക്ക് കോപം വരികയും സ്ത്രീകളോട്, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? നിങ്ങളുടെ പിതാവിൻ്റെ സ്വത്താണോ കൊണ്ടുപോകുന്നത്? ഞാൻ നിങ്ങളോട് വല്ല ഗോതമ്പും കടം വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടു പോകാൻ? ആട്ടെ, ഒരു കാര്യം ചെയ്യൂ, ഈ ഗോതമ്പ് പൊടിയെടുത്ത് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറിക്കൊള്ളിൻ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സ്ത്രീകൾ ഇത് കേട്ട് വിഡ്ഢികളാവുകയും തമ്മിൽ പിറുപിറുത്തുകൊണ്ട് ബാബയുടെ കൽപ്പനയ്ക്കനുസരിച്ച് ഗ്രാമാതിർത്തിയിൽ കൊണ്ടുപോയി വിതറുകയും ചെയ്തു. ഈ സമയം എന്താണ് ബാബ ചെയ്തത് എന്ന് ഞാൻ ഷിർദിക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ ഗ്രാമത്തിൽ കോളറ പടർന്നു പിടിക്കുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കാനുള്ള ബാബയുടെ പ്രതിവിധി ഇപ്രകാരമാണെന്നും പറഞ്ഞു. ബാബ പൊടിച്ചത് ഗോതമ്പ് മണികളല്ല, കോളറയെ തന്നെയാണ്. അതാണ് ഗ്രാമാതിർത്തിക്ക് പുറമേ കൊണ്ടുപോയി കളയുവാൻ നിർദ്ദേശിച്ചത്. അന്നു മുതൽ ഗ്രാമത്തിൽ കോളറ ശമിക്കുകയും ജനങ്ങൾ സന്തുഷ്ടരാവുകയും ചെയ്തു. ഞാനിതറിഞ്ഞ് സന്തുഷ്ടനായെങ്കിലും എൻ്റെ ജിജ്ഞാസ വർദ്ധിക്കുകയാണ്. ഞാൻ ഇപ്രകാരം ആലോചിച്ചു, കോളറയും ഗോതമ്പുമാവും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊരു അവർണ്ണനീയമായ സംഭവമാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതണം. ബാബയുടെ ലീലയോർത്ത് മനസ്സ് സദാ സന്തുഷ്ടനാകുന്നു. ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് ഞാൻ ആനന്ദവാനായി. ആ പ്രചോദനം കൊണ്ട് എഴുതുന്നതാണ് ഈ സച്ചരിതം. അങ്ങനെ ബാബയുടെ അനുഗ്രഹാശിസുകളെ കൊണ്ട് ഈ പുസ്തകം വിജയപ്രദമായെന്ന് നമുക്കറിയാം. ഗോതമ്പ് പൊടിക്കുന്നതിൻ്റെ ആത്മീയ പ്രാധാന്യം. ഷിർദിക്കാർ ഗോതമ്പ് പൊടിക്കുന്നതിനു കൊടുത്ത അർത്ഥത്തിനു പുറമെ അതിലൂടെ താത്വികമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. സായിബാബ ഷിർദിയിൽ 60 കൊല്ലത്തോളം താമസിച്ച കാലമത്രയും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തിരിക്കല്ലുകൊണ്ട് പൊടിക്കുക പതിവായിരുന്നു. അത് ഗോതമ്പ് മാത്രമായിരുന്നില്ല, ഭക്തന്മാരുടെ പാപഭാരങ്ങളും മാനസികവും ശാരീരികവുമായ കഷ്ടതകളുമൊക്കെയായിരുന്നു പൊടിച്ചിരുന്നത്. തിരിക്കല്ലിൻ്റെ 2 കല്ലുകൾ ശക്തിയും കർമ്മവുമാണ്. കർമ്മം താഴെയും ശക്തി മുകളിലും. ബാബ പിടിച്ചു തിരിച്ചിരുന്ന കുറ്റിയാണ് ജ്ഞാനം. ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും വളർത്തിയെടുക്കുവാൻ വിട്ടുപോവാത്ത മട്ടിലുള്ള വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പാപങ്ങളെയും സത്വരജ തമോ ഗുണങ്ങളെയും അഹങ്കാരത്തെയും പൊടിച്ചു കളഞ്ഞാൽ മാത്രമേ സാധ്യമാവൂ എന്നത് ബാബയുടെ ഉറച്ച അഭിപ്രായമായിരുന്നു. ഇത് കബീറിൻ്റെ മറ്റൊരു കഥ ഓർമ്മിപ്പിക്കുന്നു.
ഒരു സ്ത്രീ ഗോതമ്പ് പൊടിക്കുന്നത് കണ്ടപ്പോൾ കബീർ ഗുരു നിപതിരഞ്ജനോട് പറഞ്ഞു, ഞാൻ കരയുന്നത് ലൗകികത്തിൽ ഞാൻ ഈ തിരിക്കല്ലിൽ ധാന്യം പോലെ പൊടിക്കപ്പെടുന്ന വേദന കൊണ്ടാണ്. നിപതിരഞ്ജൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. ഈ തിരിക്കല്ലിൻ്റെ പിടിയാകുന്ന ജ്ഞാനത്തെ ഞാൻ ചെയ്യുന്നത് പോലെ മുറുക്കി പിടിച്ചോളൂ. എന്നിട്ട് ദൂരെയൊന്നും പോവേണ്ട. അതിൻ്റെ മധ്യത്തെ നോക്കി തിരിച്ചോളൂ. നിന്നെ തീർച്ചയായും രക്ഷപ്പെടുത്തൂ. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിനാഥായ നമഃ. ശ്രീ സായി ചരിത്രത്തിൻ്റെ 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം തന്നെ 2-ാം അധ്യായവുമായി ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും സായി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വന്ദേ ഗുരുപരമ്പര.